രാവിലെ മലേഷ്യയിലെ KL ടവർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ഏതോ വഴി കൂടെ പോയി എവിടെയോ ടിക്കറ്റൊക്കെ കാണിച്ച് ഏതോ ഒരു ബൊമ്മണ്ടൻ ടവർ ഉണ്ട്, അതിൻ്റെ മണ്ടേ എത്തും. അത് കാണാനാണ് ഈ പോകുന്നത്. KL ടവറിൻ്റെ മണ്ടയിലെത്തി എന്തോ കണ്ടോണ്ട് അവിടുന്ന് കാണുന്ന മറ്റൊരു ടവറാണ് ഈ ടവർ. ഇത് എന്ത് ടവറാണെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലല്ല, ടിൻ ടവറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടവർ. ഇല്ല, ടിൻ ടവർ ഒരുപാട് മലേഷ്യയിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ. ഇതുണ്ടല്ലോ, ഒരു വലിയ ടവറിൻ്റെ മണ്ടയിൽ ഉരുളി കമത്തി വെച്ച പോലത്തെ ഒരു സാധനമാണ് ഈ സ്ഥലം. ഇത് മലേഷ്യൻ്റെ വലിയൊരു ഭാഗം ഇങ്ങനെ കാണാൻ നമുക്ക്. അത് കാണുന്ന എൻ്റെ മുത്തുമണി മുത്ത. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ നോക്കിയാൽ കാണുന്ന ഒരു സാധനമാണ് ടിൻ ടവർ. ആ രണ്ട് കൊമ്പ് കണ്ടല്ലേ, അതാണ് ടിൻ ടവർ. പിന്നെ ചെറപറ കുറേ വെള്ളിയുണ്ട്. ഇന്ന് മാത്രം സാധനമാണ് കെട്ടിപ്പൊക്കി വെച്ചേക്കുന്നത്. ഈ കാണുന്ന ടവർ, ഇതാണ് ഇവിടുത്തെ എല്ലാ സകലമാന ടവറുകളുടെയും ചിത്രങ്ങൾ കാണാൻ. പിന്നെ ഓക്കെ, ജർമ്മനി, മലേഷ്യ, ലോകത്തുള്ള സകലമാന വലിയ ടവറുകൾ ഇവിടെ വെച്ച് ഇവിടെ. പക്ഷേ ബുർജ് ഖലീഫ മാത്രം വെച്ചില്ല. ആ മോശമായി, അത് വളരെ മോശമായി. നമ്മൾ ചുറ്റോട് ചുറ്റും നടന്നു കഴിഞ്ഞാൽ, ഈ ഡിസ്കിൻ്റെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ, ഈ ഡിസ്ക് അല്ല ഉരുളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, ഈ ഉരുളിക്ക് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഈ മലേഷ്യ ചുറ്റി കാണാൻ നമുക്ക്. ഒരുപാട് അതെ, ഇത് ടവർ. അടുത്ത ടവർ ഒന്നും കാണുന്നുണ്ടോ നോക്കാൻ. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ലൈറ്റ് ഇട്ട് കണ്ട ഏതോ ഒരു ടവർ. എൻ്റെ മുകളിൽ കയറി ആർക്കറിയാം, എവിടെയെങ്കിലും കാണും. ഇവിടെ ഒക്കെ പാർക്കൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ബൈ ഇനി വേറെ വീഡിയോ എടുക്കാം കേട്ടോ. ആണ് KL ടവറിൻ്റെ മിനിയേച്ചർ. ഈ സാധനത്തിൻ്റെ മണ്ടയിലാണ് നമ്മൾ കയറിപ്പോയത്. ഇതിനകത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഡെക്കോ അങ്ങനെ എന്തോ പറഞ്ഞു, അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ കയറിയത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ രൂപം. എൻ്റെ പൊന്നെ, ഇതെന്താ ഇത്? അട്ടത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഉരുളി കമത്തി വെച്ച പോലെ ഉണ്ട്. ഇതിൻ്റെ മണ്ടയിലാണ് നമ്മളിപ്പോൾ കയറിയത്. ട്വിൻ ടവറിൻ്റെ ചോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ട്വിൻ ടവർ, ഇതാണ് മലേഷ്യയിലെ ട്വിൻ ടവർ. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. മുത്തുവന്നിയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സോ ബ്യൂട്ടിഫുൾ ട്വിൻ ടവർ ഇറ്റ് ഇസ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം അവൾ. അതെ, ഈ മലേഷ്യയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഒരു തെണ്ടി ഞങ്ങളോട് ഒരു ഫോട്ടോയ്ക്ക് 10 റിംഗറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, നമുക്കിതേ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ വീഡിയോസ് എടുക്കാമല്ലോ. പിന്നെന്താ കുഴപ്പം? എനിക്ക് ഇതാണ് ഇഷ്ടം. ഓക്കെ, ഇതാണ് ഇവിടെ വന്ന ചോക്ലേറ്റ് ഫാക്ടറി അല്ല, ചോക്ലേറ്റ് ഔട്ട്ലെറ്റ്. ലോട്ട് ഓഫ് ചോക്ലേറ്റ് ഉണ്ട് ഇവിടെ. ഹണിമൂൺ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ? ഇതാണ് മലേഷ്യയിലെ നാഷണൽ മോണ്യുമെൻറ്റ്. ആ പോയതല്ല, ഈ കാണുന്നത് നാഷണൽ മോണ്യുമെൻറ്റ് കാണാൻ പോകുന്ന എൻ്റെ മുത്തോണി. വാ, ഞാൻ കറക്റ്റ് ഇതാണ് നാഷണൽ മോണ്യുമെൻറ്റ് എന്ന് പറഞ്ഞപ്പം നീ എവിടെ നിൽക്കുക? നീ എൻ്റെ മുമ്പിൽ. ഇതല്ല, അതെൻ്റെ. അയ്യോ സൂപ്പർ. അവിടെ എന്തോ ഉണ്ട്. എന്തോ അത്? ടു അവർ ഗ്ലോറിയസ് ഡെഡ്. ഏതോ യുദ്ധത്തിൽ ആരെങ്കിലും മനുഷ്യൻ്റെ ആയിരിക്കും അല്ലേ? ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ ഇതിനെപ്പറ്റി. എന്തോ അവിടെ എന്തോ ഒരു കവാടം, അവിടെയും കൂടെ പോവാം. മുത്തോണി ഫാനൊക്കെ അടിച്ചാൽ നടക്കുന്നത്. എനിക്ക് വയ്യ, വിഷയം തന്നെ. വെയിലടിക്കുമ്പോഴേക്ക് ഫാന്, ബാക്കിയുള്ള എന്നോട് വേർത്ത് മൂഞ്ചി നിന്നാലും. എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വാ പോയി നോക്കാം. ഓ, ഇതാണ് ആ പട്ടാളക്കാരുടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഫ്രണ്ട് പോയി കാണാം. ഇത് അതിൻ്റെ മുമ്പിലുള്ളൊരു കുഞ്ഞു വെള്ളച്ചാട്ടം. കാണാൻ മോണിയുണ്ട്. ഇത് കാണാൻ വേണ്ടി നമ്മളിത് അതിലേക്കൂടെ ഇങ്ങനെ നടന്ന് വന്ന് ഇതിലേക്കൂടെ കിടന്നു പോകണം. ഇതിലേക്കൂടെ കുറച്ച് മീൻ കിട്ടുമല്ലോ, കുറച്ച് ആ കോഴിക്കാർപ്പിനൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും.
ഇപ്പോൾ ഫുള്ള് വെള്ളച്ചാട്ടം കേട്ടോ മുമ്പിൽ. നാഷണൽ മോണ്യുമെന്റ് മീനിനോട് പറയാൻ അലങ്കാല മത്സ്യമാണ്. അലങ്കാല മത്സ്യം. ഇതാണ് നാഷണൽ മോണ്യുമെന്റ്. 1, 2, 3, 4 പട്ടാളക്കാർ, 5 പട്ടാളക്കാരും കുറെ പേര് മരിച്ചു കിടക്കണു. ബാക്കോട്ട് കുറച്ച് ഒറ്റ ഫ്രെയിമിൽ കിട്ടുമോ നോക്കട്ടെ. ഇതാണ് നാഷണൽ മോണ്യുമെന്റ്. സെൻട്രലിലേക്ക് പോവാം. അതാണ് നല്ല ഭംഗിയിൽ കിട്ടും. അങ്ങനെ നാഷണൽ മോണ്യുമെന്റ് മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ ഇതാണ് നാഷണൽ മോണ്യുമെന്റ്. ഇതാണ് ഇവിടുത്തെ ചക്രവർത്തിയുടെ കൊട്ടാരം. അതായത് 7 or 8 രാജാക്കന്മാരുണ്ട് മലേഷ്യയിൽ. പിന്നെയുള്ള സ്റ്റേറ്റുകളിൽ ട്രൈബുകളാണ്. പക്ഷേ ഇതാണ് അല്ലാത്ത ചക്രവർത്തിയുടെ. ഓരോ 5 വർഷം കൂടുമ്പോഴും ആ രാജാക്കന്മാരിൽ ഒരാൾ ചക്രവർത്തിയായി മാറ്റും. ആ ചക്രവർത്തി താമസിക്കുന്ന കൊട്ടാരമാണിത്. ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. എന്താ ചെയ്യുക? ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കൊട്ടാരത്തിലെ രാജാവായിട്ട് ജനിച്ചാലും മതി. രാജാവോ രാജാവിൻ്റെ മോനോ. ഇതാണ് കൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. ഇതാ കൊട്ടാരത്തിലേക്ക് കയറി പോകാൻ പോവാ. ഇവളാണ് കൊട്ടാരത്തിലെ രാജകുമാരി. അടുത്ത രാജകുമാരി. ഞാനാണല്ലോ രാജാവ്, അപ്പം നീ രാജകുമാരി ആവണമല്ലോ. കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് കുതിരപ്പുറത്ത് പട്ടാളക്കാർ വരുന്നുണ്ട്. കുളിപ്പിക്കുന്നുണ്ടോ എല്ലാ ദിവസം? അവൻ്റെ കയ്യിൽ കണ്ടോ വാളിരിക്കുന്നുണ്ടോ ഇതിൻ്റെ സൈഡിൽ? ആള് ഒരു ചേട്ടനുണ്ട് ഇവിടെ. ഇല്ല, എടുക്കാൻ പാടും. അത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇതാണ് നാഷണൽ മോസ്ക്. മലേഷ്യയുടെ നാഷണൽ മോസ്ക്. ജുമായൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാലാണ് ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ടവർ. ഇവിടുത്തെ മലേഷ്യയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടവറാണത്. ഇങ്ങനെ വന്ന് അവിടുത്തെ ഒരു കരിക്കൊക്കെ പിടിച്ച് മുത്തോണി അവിടെ പോയി ഇരുന്നിരിക്കുന്നു. എന്തോ ഒരു സാധനം നോക്കട്ടെ. എൻ്റെ മുത്തോടി ഇരിക്കുന്നു. വാ മോസ്ക് കാണാൻ പോവാ. വാ നീക്ക് പാടി. ഇതാണ് മോസ്ക്. ടെമ്പററി ക്ലോസ് ഫോർ നോൺ മുസ്ലിം എന്നാണ് കാണിക്കുന്നത്. ചോദിച്ചു നോക്കാം. നാഷണൽ മോസ്ക് 3 മണിക്കാണ് തുറക്കുള്ളൂ അത്ര. ഇതാണ് ഒരു മോസ്കിൻ്റെ ഒരു സൈഡ്. ടൂറിസ്റ്റുകളുടെ എൻട്രൻസ് ഇവിടെയാണ്. പക്ഷേ 3 മണിയാകുമ്പോൾ തുറക്കുള്ളൂ അത്ര. അതെ, അവർ ബാങ്ക് കൊടുത്താൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ മുകളിൽ കൊളാമ്പി. അതെന്ത് ബിൽഡിങ്? ആ കാണുന്ന ടവർ അതാണ് നമ്മൾ രാവിലെ പോയ KL ടവറാണ്. ആ കാണുന്നത് മറ്റേ ആ സ്തൂപം. പക്ഷെ ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. ഇതായിരുന്നു അതിൻ്റെ ഒരു സൈഡ് വണ്ടിയിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് സ്ക്വയർ എന്തായിരുന്നു? സെൻട്രൽ സ്ക്വയർ അല്ല, ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ്. ഇൻഡിപെൻഡൻസ് സ്ക്വയർ കാണാൻ വേണ്ടി പോവാണ്. കുറേ പേരുണ്ട് കേട്ടോ. മഴയും ചാറാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ നമ്മളിതാ ഇവിടെ ആയിട്ടാണ് ഇറങ്ങിയേക്കണേ. അവിടെ ഒരു ഐലോ കൊലാലംപൂരുണ്ട്. ഐലോ കൊലാലംപൂർ പോകണം. ഇതിന് നമുക്ക് സ്ക്വയർ കാണാം. ഇതാണ് ആ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ അങ്ങ് മണ്ടയിലേക്ക് നോക്കിക്കോ. അത് മലേഷ്യൻ്റെ കൊടിയാണെന്നാണ് തോന്നണേ അല്ലേ? മലേഷ്യൻ്റെ കൊടി. മലേഷ്യൻ്റെ കൊടിയും അമേരിക്കയുടെ കൊടിയും തമ്മിൽ ചെറിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഒരു ചേട്ടൻ സെൽഫി എടുക്കുന്നുണ്ടോ? നമ്മൾ സ്ക്വയർ കാണാൻ പോകുന്നു. ഇവിടെ എന്തോ സാധനം ഉണ്ട് കേട്ടോ. സ്ക്വയറിന് മുകളിൽ കൂടെ കയറി കിടക്കണോ? സ്റ്റെപ്പുള്ള സ്ഥിതിക്ക് കയറാവാ. ഇവിടേക്ക് എന്തൊക്കെയോ പണിയൊക്കെ നടക്കും. ഇതൊക്കെ ആ കാണുന്ന പിങ്ക് കളർ പോലത്തെ സാധനം ഇല്ലേ, അത് ബ്രിട്ടീഷുകാർ പണിതാണ്. 1957 ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്. ഓഗസ്റ്റ് 31. അതിന് മുമ്പ് പണിത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടേ. നമ്മുടെ നാട് പോലെ ആയിരിക്കില്ല. ഇത് ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടാണ്. അത് അവിടെയൊക്കെ പിച്ചൊക്കെ ഉണ്ട്. അതെന്തോ റെസിഡൻഷ്യൽ ഏരിയ പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കാരണം മുൻവശം നമ്മുടെ നേരെ പുറകിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലത്തെ ഗ്രൗണ്ട്. ഇവിടെ സ്ക്വയർ. ഈ കാണുന്നതാണ് സ്ക്വയർ. ഒരു 5-6 സ്റ്റെപ്പും ഉണ്ട്. അതിൻ്റെ മണ്ടയിൽ ഒരു സെറ്റ് ലൈറ്റ്, അതിൻ്റെ മണ്ടയിൽ കൊടി.
മലേഷ്യ വന്ന് ഇവിടെ കറങ്ങാൻ അറിയപ്പോൾ നല്ല മഴ. കുടയും ജോടി കുട വയറുള്ളൊരു കുടയമ്മാവൻ മടി പുറകില ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നനക്കില്ല. ഇച്ചിരി കുട മാറ്റി കാണൂല. കഷ്ടം തന്നെ മലയാളി. കുട മാറ്റിക്കോ എന്ന മോനെ. ഇത് നല്ല നിറച്ചുണ്ടായിരുന്ന ഫുഡാണ്. ലാസി ഖണ്ടർ എന്നാണ് ഇതിൻ്റെ പേര്. റൈസ്, കുറേ കറികളുടെ ചാറും മുട്ടയും ചിക്കനും ബീഫും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് അതിനകത്ത്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ. നല്ല സൂപ്പർ ടേസ്റ്റും എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. മറ്റേ എങ്ങനെയുണ്ട്? ഇതിൻ്റെ കൂടെ 2 മൊഹിറ്റോ കൂടി ഉണ്ട്, പൈനാപ്പിളും സ്ട്രോബെറി. കിടില ഫുഡ്, ഒന്നും പറയാനില്ല. രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ എൻ്റെ മുത്തുമണീൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ടവർ. മലേഷ്യയിലെ ഏറ്റവും വലിയ ടവർ. അതിനകത്ത് ഇപ്പോൾ ഒരു ബാങ്കാണ് സ്ഥിതി ചെയ്യുന്നത്. വേറെ ബിൽഡിംഗ് ഒന്നുമില്ല അവിടെ. രാത്രി ട്വിൻ ടവർ അവിടെ വരെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ ലൈറ്റിൻ്റെ ചോട്ടിൽ നിൽക്കുന്നതാണ് ട്വിൻ ടവറിൻ്റെ ഒരു ഗുണം. രാത്രി ഡിന്നറിന് നമ്മളൊരു അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ കിട്ടിയ സാധനങ്ങളാണ് ഇത്. റൊട്ടി, ഇത് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇത് ചിക്കൻ്റെ ഗ്രിൽഡ്. താങ്ക് യു. ഇത് ലാം ചോപ്പ്. ഇത് ഹുമ്മസ്. മയണൈസ് ഒന്നുമില്ല അവിടെ. ഇതാണ് അറേബ്യൻ കോഫി. കാവയാണ്, കാവ. അത് സൂപ്പർ സാധനം. ഇതെന്റെ മുത്തുമണി. ഇതെന്റെ മുത്തുമണി ഞാനും. കൊല്ലംപൂരിലെ ചൈന ടൗണിലാണ് ഗൈസ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതാണ് ചൈന ടൗൺ. കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ചൈന ടൗണിൽ നിന്നും അത് നമ്മൾ നേരെ സെൻട്രൽ മാർക്കറ്റിലേക്ക് പോകും. ഇവിടെ എല്ലാത്ത സാധനങ്ങളുണ്ട്. ഡ്രസ്സ്, ഷൂസ്. ഈ കടയിൽ നിന്ന് നമ്മൾ ഷോർട്ട് ഗ്ലാസ് വാങ്ങിച്ച്, മലേഷ്യൻ ഷോർട്ട് ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്, റെയ്ബാന്, മറ്റേ എല്ലാ സാധനം ഇവിടെ ഉണ്ട്. ഏറേഷ്യ, അത് ഇത് സുവനീറുകള്, ഇഷ്ടംപോലെ സാധനങ്ങളാണ്. ഇതാ പ്രാഡ, മറ്റേ ഓക്ലി, റെയ്ബാൻ എല്ലാം ഉണ്ട്. ഫാനുകൾ, ഇഷ്ടംപോലെ ഫാനുകൾ, മറ്റേ കൂട്ട് ഫാന്, ചുമ്മാ നടക്കുമ്പോൾ അടിക്കാൻ പറ്റുള്ള ഫാന്, തൊപ്പി കഴുകി, ബാഗുകൾ ലൂയി വിട്ടേണ്ട ബാഗ് വരെ ഉണ്ട് ഇവിടെ. ലൂയി വിട്ടേണ്ട ബാഗ്. റെസ്റ്റോറൻറ്റ് എന്തോ ഇവരുടെ ഫുഡാന്ന് തോന്നുന്നു. ഇവരുടെ ടൈപ്പ് ഫുഡ് എന്തോ ഉണ്ടാക്കുകയാണ്. ഇവിടെ കണ്ട ഒരു ഫ്രൂട്ട് കടേൻ്റെ ഇടയിൽ ഇത് ചെസ്നട്ടാണ്. ചെസ്നട്ട് വറുത്തെടുക്കുക. മുളേൻ്റെ ആണോ അതോ മറ്റേ ഹാൻഡ് ക്രാഫ്റ്റ് പോലത്തെ ബാഗുകൾ. ഇതാ പെർഫ്യൂംസ് നോക്കിക്കോ മോനെ. പ്രാഡ, 1 മില്യൺ, മൈവേ, എന്തൊക്കെയോ മറ്റേ സാധനം. ഇത് മനസ്സിലായോ? അത് നോക്ക്, മിസ്റ്റർ ബീൻ്റെ പാവ. ഒരു പഴക്കടയിൽ ആൾക്കാർ പഴം വാങ്ങുന്നു. കാണുന്ന ഒരു വാച്ച് കട. ഇതേപോലത്തെ കുറേ വാച്ച് കടയുണ്ട്. റോളക്സ്, RM, പാറ്റക് ഫിലിപ്പി, എല്ലാ സാധനവും ഉള്ളതാണ്. ലൂയി വിട്ടൻ്റെ ഒക്കെ സോക്സ് തൂങ്ങിക്കിടക്കും അവിടെ. ബോബ് മാർലി. ഇതാ കഞ്ചാവ് വലിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണിത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. നല്ല രസമുള്ള സ്ഥലം. അതിൻ്റെ മുമ്പിൽ എന്തോ ഒരു ബിഗ് ബോസിൻ്റെ കണ്ണ് പോലത്തെ ഒരു സാധനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ബിഗ് ബോസ് ഇവിടെ നടക്കുന്നുണ്ടോ? മലേഷ്യയിലെ ബിഗ് ബോസ് ആണോ എന്നറിയത്തില്ല. പോയി നോക്കാം. ബിഗ് ബോസ്, മലേഷ്യൻ ബിഗ് ബോസ്. ബിഗ് ബോസ് പോയി നോക്കട്ടെ അവിടെ ആരൊക്കെ ഉണ്ടെന്ന്. മലേഷ്യയിലെ സിനിമാ നടന്മാരും സീരിയൽ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. സെൻട്രൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് അത്യാവശ്യം രസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും കടകൾ. ഒരു സൈഡിൽ ഫുഡുകൾ, ഒരു സൈഡിൽ കടകൾ, ഒരു സൈഡിൽ കടകൾ, ഒരു സൈഡിൽ ഫുഡുകൾ. ഐസ്ക്രീം, കാപ്പി, ചക്ക, മാങ്ങ, തേങ്ങ, ദൂര്യൻ, അത് ഇത് എല്ലാം ഉണ്ട്. എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഇവിടെ. കൂടുതലും സ്വീറ്റ്സും ഒക്കെ തോന്നുന്നു. ബേക്കറി പോലത്തെ സാധനങ്ങളൊക്കെയാണ് തോന്നുന്നു ഇവിടെ. അവിടെ ആരോ പാട്ട് കച്ചേരി നടത്തുന്നുണ്ട്. നമ്മളെ പാട്ട് കച്ചേരി കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാട്ട് കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നു.
ഏത് ഭാഷയിലെ പാട്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല തച്ചിനൊന്ന് പാടുന്നുണ്ട്. ഗിറ്റാറും ഉണ്ട്. ഒരു മലയാളം പാട്ട് പാടുന്നു ചോദിച്ചാലോനോട്. അടിച്ചോടി പാട്ട് പാടുന്ന അങ്ങനെ ആദ്യത്തെ വിദേശ പര്യടനം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കഥനായിരിക്കും തിരിച്ചു പോവാണ്. നമ്മൾ എയർപോർട്ടിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. രാത്രി 9:45 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 9:45 ഫ്ലൈറ്റ് അല്ലേ? 9:45 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 8:45, 7:45, 6:45 ചെക്കിൻ ആവുള്ളൂ. സമയം ഇപ്പോൾ 4:45. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എയർപോർട്ടിൽ ഏതോ ഒരു മൂലയിൽ വന്നിരിക്കുക. പറഞ്ഞത് ഇതാണ് കളി. എന്താ ചെയ്യാ? അയച്ചു കൊടുത്തോ? അയച്ചു കൊടുത്തോ?